ഞാൻ ആ വീട് വിട്ട് കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത്. അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ കോടികൾ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലയുടെ മകൾ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അമൃതയുടെ ഒരു വെർഷനായിട്ട് അമൃത വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇഷ്യൂ തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 21 ഈ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ബാല ഒരു ബർത്ത്ഡേ വിഷ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ബാലയുടെ ഒരു ഇന്റർവ്യൂ വന്നു. ഈ ഇന്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾ ബാല അമൃതയെ പറ്റിയും ഈ കൊച്ചിനെ പറ്റിയും പറയുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ഈ കൊച്ച് ബാലയ്ക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഈ കുഞ്ഞ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതിന് ശേഷം ബാല അത്യാവശ്യം ഭയങ്കര ഇമോഷണൽ ആയിട്ട് അതിന് റിപ്ലൈ എന്നുള്ള രീതിയിൽ ചെറിയൊരു വീഡിയോ ബാലയും ചെയ്തിരുന്നു. ഇപ്പം അമൃതയും രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ അമൃതയുടെ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുൻപ് അമൃതയുടെ യൂട്യൂബ് ചാനലിൽ 8 മാസം മുമ്പിട്ട ഒരു വീഡിയോ കാണാം. അതിനകത്ത് ഈ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചു ആരുടെ കസ്റ്റഡിയിലാണ് ഇരിക്കേണ്ടത്, അതിൻ്റെ കുറേ ലീഗൽ സൈഡ്സ് അമൃത വക്കീലിനെ വെച്ച് പറയിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് അമൃതയുടെ വീഡിയോയിലോട്ട് പോകാം. അമൃതയും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന് ശേഷം അവർ തമ്മിൽ ഒരു മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ് ആയിരുന്നു. അതിനു മുമ്പായി അവരൊരു കോംപ്രമൈസ് എൻറ്റർ ചെയ്തു. ഇവര് തമ്മിൽ എൻറ്റർ ചെയ്ത കോംപ്രമൈസ് പെറ്റീഷൻ പാര 11 പ്രകാരം ദ പെറ്റീഷണർ and respondent also agreed to refrain from publishing or posting any allegations or aspirations or imputation or any news against each other in social media, other print and visual media or any other social platform. ഇവർ വിവാഹമോചനം നടത്തുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒപ്പിട്ട ഒരു എഗ്രിമെന്റ് ആണത്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയരുതെന്ന്, ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പരുതെന്ന് വ്യക്തമായി ആ ഒരു എഗ്രിമെന്റിനകത്ത് പറയുന്നുണ്ട്. ഇത് ബാല പാലിച്ചിട്ടില്ല. അതാണ് ബാല ചെയ്ത ആദ്യത്തെ മിസ്റ്റേക്ക്. മെനങ്ങാന്ന് വെറൈറ്റി മീഡിയയിൽ ഇറങ്ങിയ ആ ഒരു വീഡിയോയ്ക്കകത്തും ബാല ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് എവിടെയെങ്കിലും അമൃതയ്ക്കിട്ട് ബാല ഒരു കൊട്ടു കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ കാണിക്കുക തെറ്റിത്തര വലിയ ബാലെ. കോംപ്രമൈസ് പെറ്റീഷനിലെ 3ാമത്തെ പാര പറയുന്നത് the permanent custody of the minor daughter Avantika shall be with the respondent up to the age of 18 years and the respondent will give education to the minor daughter Avantika. The petitioner will only have the right to visit and take the custody of the minor daughter Avantika only on every second Saturday of every month from 10 AM to 4 PM. ഞാൻ പറഞ്ഞിരിക്കുക എന്തോ പറയുന്നതെന്ന്. അവന്തിക എന്ന് പറയുന്ന ഈ കൊച്ചിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അമൃതയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണിക്കുള്ള ഇടയിലുള്ള ടൈമിൽ ഈ കുഞ്ഞിനെ കോടതി വളപ്പിൽ വന്നിട്ട് ബാലയ്ക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇതായിരുന്നു ആ ഒരു എഗ്രിമെന്റ്. എന്നാൽ ബാല ഒരു തവണയെങ്കിലും ഈ കുഞ്ഞിനെ കാണാൻ വിസിറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ പോലും അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. ബാക്കിയോടൊന്ന് കേട്ടു. ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ, ഈ ഡിഗ്രി ഉണ്ടായതിന്റെ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടികളായിട്ട് ചെല്ലുകയും അവിടെ അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ്. അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ട ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല, ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആ മാസത്തെ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ കൊണ്ട ചെല്ലേണ്ട കാര്യമില്ല എന്നുമാണ് കൃത്യമായിട്ട് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതിയത്. ഈ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ കാണിക്കണില്ല എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും മകളെ കാണിക്കില്ല. പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ ദ പേപ്പേഴ്സ് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല. അത് കേട്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു മകൾക്ക് അച്ഛൻ്റെ അടുത്ത് എന്തുമായിട്ട് ബാലയ്ക്കെതിരെ ഒരു വീഡിയോ അമൃത ചെയ്യുന്നത്? അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്.